എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതിലൊരു കട്ടിങ് വീഡിയോ ആണ് ഇടുന്നത്. അതിനുശേഷം ആയിട്ട് തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 1.5 വയസ്സായ ഒരു ആൺകുട്ടിക്ക് പറ്റിയൊരു ടീഷർട്ട്, ഞാനിത് സ്ലീവ് വയ്ക്കുന്നില്ല കേട്ടോ, സ്ലീവ് ഇല്ലാത്ത ഒരു ടീഷർട്ടാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഈ വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റും അടിപൊളി കോട്ടൻ്റെ ടീഷർട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലത്തായാലും നമുക്ക് കുട്ടികളാകുമ്പോൾ ഒരുപാട് എന്താ പറയുക, പെട്ടെന്ന് ഡ്രസ്സുകളൊക്കെ നന്നായി ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ ഇതേപോലെ കോട്ടൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരേപോലെ ഇടാൻ പറ്റിയ ഇതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്, ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 3/4 മീറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ്, അതായത് ഇപ്പോൾ ഒരു 1.5 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിക്കൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്, സിമ്പിൾ ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കട്ടിങ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരണത്. അപ്പോൾ ആദ്യം തന്നെ ഒരു തുണി നമ്മൾ കറക്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിടാണ് കേട്ടോ. ഇതിൻ്റെ നീളവും അതുപോലെ വീതി ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ തുണിയെ ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കി കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് നീളവും വീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം 3/4 മീറ്റർ തുണി ഞാൻ രണ്ടായിട്ട് മടക്കി, അതിനുശേഷം ഒന്നും കൂടി ഞാൻ മടക്കി കേട്ടോ. കാരണം ഞാനിതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ നോക്കണത് 16 ഇഞ്ചാണ് ലെങ്ത്ത് വരണത്. അതേപോലെ ഇതിൻ്റെ വീതി വരണത് ഒരു 7.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരണത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മടക്കിയ വശമാണ്, ഇവിടെ ഒരു മടക്കിയ വശം ഉണ്ടാവും, 2 ഇങ്ങനെ തുറന്ന വശം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് മടക്കേണ്ടത്. മടക്കിയ രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു തുണീനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി, അതിനുശേഷം ഒന്നും കൂടി മടക്കുകയാണ് കേട്ടോ. 2 ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു 1.5 വയസ്സായ കുട്ടിക്കുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്, ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ലെങ്ത്ത് ഒരു 16 ഇഞ്ചാണ്. ഇത് ഞാൻ ഈ അളവ് സീം എലമെൻസും കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് കേട്ടോ. 16 ഇഞ്ച്, നമുക്കൊരു 14.5 ഇഞ്ചൊക്കെ മതി നമുക്ക് ലെങ്ത്ത്. നമ്മൾ മടക്കിയൊക്കെ തയ്ക്കണമല്ലോ, അപ്പോൾ അത് കാരണമാണ് ഞാൻ 16 എടുത്തത്. അതേപോലെ തന്നെ വീതി ഒരു 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു 6 ഇഞ്ചൊക്കെ നമുക്ക് ചെസ്റ്റ് മതി. അപ്പോൾ കറക്റ്റ് അളവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതേ നീളത്തിൽ ഇത് മടക്കിയിട്ടുണ്ട്, 4ആയിട്ട് നമ്മൾ തുണീനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് 16 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആ തുണി 16 ഇഞ്ച് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മുകൾ വശം ഒപ്പല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കറക്റ്റ് ഒപ്പായിരിക്കണം ഈ ഒരു വശം കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ഷോൾഡറാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഷോൾഡർ 5 ഇഞ്ചാണ് വരണത് കേട്ടോ. ശരിക്ക് 10 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ചാണ് കേട്ടോ നമ്മളിതിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതേ ഒരു 1.5 വയസ്സായ കുട്ടി, ഒരു 1.25 2 പേരെയൊക്കെ ഒരു 5 ഇഞ്ചൊക്കെ മതി കേട്ടോ ഷോൾഡർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. അപ്പോൾ വളരെ ടൈറ്റിലൊന്നും നമുക്ക് ഇടണ്ടല്ലോ, ഇത് കുറച്ച് ലൂസ് ആ ഒരു ടൈപ്പിലാണ് നമ്മളിത് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 5 ഇഞ്ച് ഷോൾഡർ കേട്ടോ. അത് തന്നെ സെയിം ആം ഹോളും 5 ഇഞ്ച് തന്നെ ഇവിടെ രേഖപ്പെടുത്താം. അപ്പോൾ അതേ 5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടാണ്. ശരിക്കും ഇതിൻ്റെ നേർക്ക് തന്നെ 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ശരിക്ക് ഇവിടെ 5 ഇഞ്ച് നമ്മൾ വരച്ചുമല്ലോ. അപ്പം നേരെ അടിയിലേക്ക്, കുറച്ചും കൂടി അടിയിലേക്കായിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു 5 ഇഞ്ച് നമ്മളിവിടെ വരച്ചു. അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും, നമ്മൾ ടാപ്പ് വെച്ചിട്ടൊക്കെ ആയ കാരണമാണ് ഇങ്ങനെ ജസ്റ്റ് അളവ് തെറ്റാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഷോൾഡർ 5 ഇഞ്ച് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോൾ 5 ഇഞ്ച് തന്നെ നമ്മൾ വരച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മളത് വരച്ച് യോജിപ്പിക്കുകയാണ് ശരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ട് തെറ്റണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 2-3 വര ചെയ്തത് കേട്ടോ.
അങ്ങനെ നമ്മൾ ഈ വരകൾ നമ്മളിവിടെ യോജിപ്പിച്ചു. അതിനുശേഷം നമുക്ക് അപ്പോൾ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തി 5 ഇഞ്ച്, ആം ഹോൾ അടയാളപ്പെടുത്തി 5 ഇഞ്ച് കേട്ടോ. ഇനി നമുക്ക് അടുത്ത അളവ് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. അപ്പോൾ ഈ ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് 24 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വരണത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ 4/1 കാണേണ്ടത്. അപ്പോൾ നമുക്ക് വരണത് 6 ഇഞ്ചാണ് വരണത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റ് 6 ഇഞ്ച് ഇതിൽ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു 6 ഇഞ്ച് വരച്ചു. അതിൻ്റെ കൂടെ നമ്മൾ സീം എലമെൻറ്റ്സ് ഒരു 1.25 ഇഞ്ച് മതി കേട്ടോ. 1.25 ഇഞ്ചൊക്കെ സീം എലമെൻറ്റ്സും നമ്മൾ അടയാളപ്പെടുത്തും. 1.5 ഇഞ്ചോ 1.25 അല്ലെങ്കിൽ 1 ഇഞ്ചായാലും മതി കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി. അതിനുശേഷം ഇങ്ങനൊരു കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വരയ്ക്കാവുന്നതാണ് കേട്ടോ. കൈ കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്, നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിലേക്കാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഡ്രസ്സായ കാരണം നമുക്ക് അത്രയ്ക്ക് ഇതിൻ്റെ മിഡിൽ എടുത്തിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു വരയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ കണ്ടെത്തി, ആം ഹോൾ കണ്ടെത്തി, അവസാനം ചെസ്റ്റ്, അതിൻ്റെ സീം എലമെൻറ്റ്സ്. അപ്പോൾ ഇത് ഇപ്പോൾ ഷേപ്പ് ഒന്നും വേണ്ടാത്ത കാരണം ജസ്റ്റ് ഇത് തന്നെയാണ് ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെയും വരണത് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതുപോലെ 1.25 ഇഞ്ച് സീം എലമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ ഇവിടെ മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്കിത് വരയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചിലൊക്കെ, കാലില്ല ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒരു വര കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ കിടക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാലും ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിടക്കുക. ഇങ്ങനെ ഒരു ഷേപ്പിൽ കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്താണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരണത് 2.5 ഇഞ്ചാണ് വരണത് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം വരണത് 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 2.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 2.5 ഇഞ്ച് വരേണ്ടത് നമുക്കൊരു 2.25 കൊടുത്താലും മതി, അല്ലെങ്കിൽ 2.5 കൊടുക്കാം കേട്ടോ. 2.5 കൊടുക്കാം നമുക്ക്. 2.5 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തു. ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ, ജസ്റ്റ് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ പറയണത് ഒരു 2.25 ഇഞ്ചിലാണ് ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കണത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ നിന്ന് ഒരു 2.25 ഇഞ്ച് ഫ്രണ്ട് നെക്ക് 2.25 കേട്ടോ. നമ്മളിതിന് ഹുക്കുകൾ ഇതൊന്നും വെക്കാത്ത കാരണം, അതായത് ബട്ടൺസ് ഒന്നും വെക്കണില്ല, അപ്പോൾ തല കയറണമല്ലോ, അതിനാണ് ഫ്രണ്ട് നെക്ക് കുറച്ച് കൂട്ടിയത്. 2.25 ഇഞ്ചിൽ ഫ്രണ്ട് നെക്ക് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് ഒന്നല്ലേ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ കർവ് വെച്ചിട്ട് ഇങ്ങനെ ഒന്നൊരു ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, ബാക്ക് നെക്ക് ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് വേണ്ടത് ഒരു 1 ഇഞ്ചൊക്കെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 1 ഇഞ്ച് ബാക്ക് നെക്ക് എടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് 1 ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് എടുക്കുകയാണ്. ഇതേപോലെ അതും വരയ്ക്കുക കേട്ടോ. കാരണം എല്ലാതും ഒറ്റ ഇതിൽ തന്നെ വരച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബാക്ക് നെക്ക് ഞാൻ വരച്ചു. ഇതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു യു ഷേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു യു ഷേപ്പിലൊക്കെ ആയിട്ട് വരച്ചെടുക്കാം. അപ്പം ഇനി പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല. അപ്പം നമ്മൾ ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോൾ 5 ഇഞ്ച്, ചെസ്റ്റ് ഒരു 6 ഇഞ്ച്, ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 ഇഞ്ച് സീം എലമെൻറ്റ്സ് കൊടുത്തു. വേസ്റ്റ് ഇതേ സെയിം 6 ഇഞ്ചാണ്. പിന്നെ ഇവിടെ അടിയിൽ ഞാൻ ഒരു 1/2 ഇഞ്ചിന് ഞാനൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്ക് വിട്ട് വരുന്നത് 2.25 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് വരുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ മുകളിലത്തെ വശം, അതായത് ബാക്ക് നെക്ക് വരുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഇതിൻ്റെ കട്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. നമ്മളൊരു 1/2 ഇഞ്ചിലേക്കാണല്ലോ നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അതിന് ശേഷം ഇനി ഈ വശമാണ് കേട്ടോ, ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നീളം കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഇതിപ്പോൾ ഈ ഒരു ഡ്രസ്സായാലും നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യാം.
അതിന് ശേഷം നമുക്ക് ആം ഹോള് കട്ട് ചെയ്യണം. അതിനായിട്ട് തുണി തിരിച്ചിട്ടിട്ട് നമ്മളിതേ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആം ഹോള് കട്ട് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് ഇത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കട്ട് ചെയ്യാണ് നമ്മൾ ആം ഹോൾ ഇങ്ങനെ ഇതാവാണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മളതിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആം ഹോൾ. ഇനിയിപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് വെട്ടേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് വെട്ടി കഴിഞ്ഞാൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം അളവായിട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് നെക്ക് വെട്ടുക കേട്ടോ. ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഷേപ്പിലായിട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടണേക്കാൻ മുമ്പ് ബാക്കിനടുത്തൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതേ ബാക്ക് പോർഷനെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം ഇതേ ഫ്രണ്ട് പോർഷനെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒപ്പം വയ്ക്കണം കേട്ടോ. നമ്മൾ തുണി എടുത്ത് മാറ്റുമ്പോഴൊക്കെ അതേ അളവിലൊക്കെ വ്യത്യാസം വരും. ഇനി അടുത്ത് ഞാനിത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഇത്രയുള്ള നമ്മുടെ കട്ടിങ്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. അതേപോലെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. അതേപോലെ ഇതാണ് നമ്മുടെ ബാക്ക് വരണത് കേട്ടോ. കണ്ടോ, ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതേ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഷോൾഡർ യോജിപ്പിക്കുക, അതുപോലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിക്കുക, അതുപോലെ സൈഡ്, അതേപോലെ നമ്മുടെ ഈ അടിവശം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതായത് കുട്ടികളുടെ ഏജിനനുസരിച്ചുള്ള അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിനി നെക്ക് ഉണ്ടല്ലോ, നെക്ക് അടിച്ചു മറിക്കാനായിട്ട് നമുക്ക് ക്രോസ് പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ കൈക്കുഴി ഞാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ അടിച്ച് മറിക്കണുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അവിടെയും ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രോസ് പീസും കൂടി നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണത് ജസ്റ്റ് ഈ നെക്ക് അടിച്ചു മറിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ചിലുള്ള വല്ല തുണികളുണ്ടെങ്കിൽ അതെടുക്കാം തുണിക്ക് മാച്ചായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇത് തന്നെ സെയിം തുണി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ക്രോസ് ആയിട്ട് ചെയ്താലാണ് ആ നെക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ്. ഞാനൊരു 1 ഇഞ്ച് ആ ഒരളവിലാണ് കേട്ടോ ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സ്കെയിലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരുന്നത് ചെരിച്ചിട്ടാണ് വെക്കണത് കേട്ടോ, നേരെയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാനിപ്പോൾ പറഞ്ഞത് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത്രയ്ക്കൊക്കെ മതി, ചെറിയൊരു ഡ്രസ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെരിച്ച് എടുക്കുകയാണ് കേട്ടോ. നേരെയാക്കി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വഴിയില്ല. അത് കാരണമാണ് കേട്ടോ. ഞാൻ 1 ഇഞ്ചിലാണ് ഇത് വെട്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൂടുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈടിതാവുമ്പോൾ വളരെ കുറയും വേണ്ട എന്ന് വിചാരിച്ചതാണ് കേട്ടോ. 1 ഇഞ്ചിലാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഇതൊക്കെ മതി കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഈ തുണിയാകുമ്പോഴുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ വലിയും. അപ്പോഴാണ് നമുക്ക് ആ നെക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഉള്ള ടോപ്പുകൾ നമ്മൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്യണത്, കുട്ടികൾക്കുള്ള ടോപ്പുകൾ നമ്മൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്യുക കോട്ടൺ തുണികളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സീം എലമെൻറ്റ്സ് ഒരു 1.25 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ടൈറ്റ് ആവണ്ട. അപ്പോൾ എന്തായാലും മക്കൾക്ക് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 1 ഇഞ്ച് വരെ നമുക്ക് സീം എലമെൻറ്റ്സ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ടൈറ്റാവും. പിന്നെ ഇടാൻ വളരെ സുഖമാണ് ഈ കോട്ടൻ്റെ ടോപ്പുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.